കണ്ണൂർ കോർപ്പറേഷൻ രൂപീകരണത്തിൽ കോൺഗ്രസിന് ലീഗിന്റെ അന്ത്യശാസനം. ആഭ്യന്തര കലഹം മൂലം കൗൺസിൽ രൂപീകരണം വൈകുന്നുവെന്നും ലീഗ് പറയുന്നു. രാകേഷ് ഞങ്ങളുടെ മുമ്പിൽ ഒരു ചിത്രമേ ഇല്ല. കോൺഗ്രസിൻ്റെ കാഴ്ചപ്പാട് എന്താണ്? കോൺഗ്രസ് UDF നിലനിർത്താൻ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഇവിടെ ഭരണം നിലനിർത്താൻ എന്താണ് ചെയ്യാൻ പോകുന്നത്? അവരുടെ അഭിപ്രായം പറയും. ഞങ്ങളുടെ ആ നിലപാട് സ്വാഭാവികമായും അവരുടെ അടുത്തും ഞങ്ങളുടെ അടുത്തും പിന്നെ ദിവസങ്ങളില്ലല്ലോ. ഇനി 2 ദിവസമല്ലേ ഉള്ളൂ. അതുകൊണ്ട് അന്തിമ തീരുമാനം ഉണ്ടാകും എന്ന്. വിവരങ്ങളുമായി PV ജോഷ്ല ചേരുന്നു. ജോഷ്ല പറയൂ. കണ്ണൂർ കോർപ്പറേഷൻ ഭരണം UDF-ൽ പ്രതിസന്ധി രൂക്ഷമാവുകയാണ്. ഇന്നിപ്പോൾ അല്പസമയം മുമ്പാണ് ലീഗ് സംസ്ഥാന നേതാക്കളും അതുപോലെ തന്നെ കോൺഗ്രസ് നേതാക്കളും തമ്മിലുള്ള ചർച്ച അവസാനിച്ചത്. ഇപ്പോൾ മാധ്യമപ്രതിനിധികളെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവർ. എന്നാൽ ഇപ്പോൾ പോലും കെ സുധാകരൻ വെളിപ്പെടുത്തിയ ഒരു കാര്യം, ഇതൊരു യുദ്ധമാണ്. ഈ യുദ്ധത്തിൽ എന്താണ് തന്ത്രമെന്ന് പുറത്തു പറയാറായിട്ടില്ല. എന്തായാലും പ്രതിസന്ധി പരിഹരിച്ചിട്ടില്ല. പ്രതിസന്ധി പരിഹരിക്കണമെങ്കിൽ അത് 18-ാം തീയതി തന്നെ മാത്രമായിരിക്കും അത് പരിഹരിക്കുക എന്നുള്ള രീതിയിലാണ്. എന്നാൽ അതേസമയം തന്നെ ഇതിൽ നിന്നും വ്യക്തമാകുന്ന മറ്റൊരു കാര്യം ലീഗ് ചർച്ചയുമായി ബന്ധപ്പെട്ടതാണ്. ലീഗ് കോൺഗ്രസിനോട് അന്ത്യശാസനം ലീഗ് നൽകിയിരിക്കുകയാണ്. കോൺഗ്രസിന് ഗസ്റ്റ് ഹൗസിൽ ലീഗ് നേതാക്കൾ എത്തുന്നതിന് മുൻപ് ചർച്ചയ്ക്ക് മുൻപ് ഞങ്ങളോട് പറഞ്ഞ ഒരു കാര്യം, TK രാഗേഷുമായുള്ള പ്രശ്നം എത്രയും പെട്ടെന്ന് UDF കോൺഗ്രസ് തീർക്കണം എന്നുള്ളതാണ്. എന്നാൽ അതേസമയം തന്നെ ഡെപ്യൂട്ടി മേയർ സ്ഥാനം അടക്കമുള്ള കാര്യങ്ങളാണ് ഇതുവരെ രാഗേഷ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ നിബന്ധനകൾ അംഗീകരിച്ചുകൊണ്ട് കോൺഗ്രസ് ഐയിലെ തർക്കം പരിഹരിക്കപ്പെട്ടാൽ അത് ലീഗുമായി മറ്റൊരു പ്രശ്നത്തിലേക്ക് വഴിതിരിക്കും എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും ആളുകൾ മറ്റുള്ള രാഷ്ട്രീയ വൃത്തങ്ങൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ലീഗുമായി ഒരു പ്രശ്നത്തിലേക്ക് വഴിതെളിക്കും. എന്നാൽ ഇപ്പോൾ ലീഗ് കോൺഗ്രസ് മീറ്റിംഗ് കഴിഞ്ഞ ഉടനെ തന്നെ ലീഗ് നേതാക്കളും അതുപോലെ തന്നെ കോൺഗ്രസ് നേതാക്കളും കോൺഗ്രസ് ഐ നേതാക്കൾ മാത്രമാണ് യോഗത്തിൽ പങ്കെടുത്തിരിക്കുന്നത്. കെ സുധാകരനും കെ സുരേന്ദ്രനുമാണ് യോഗത്തിൽ പങ്കെടുത്തത്. അവർ വ്യക്തമാക്കിയ ഒരു കാര്യം, ഞങ്ങൾ തമ്മിൽ UDF-ൽ ഒരു പ്രശ്നവുമില്ല. എന്നാൽ കോർപ്പറേഷൻ ഭരണവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണമെങ്കിൽ അത് 18-ാം തീയതി മാത്രമേ പരിഹരിക്കപ്പെടുകയുള്ളൂ. അതിനുശേഷം മാത്രമാണ് ഈ യുദ്ധത്തിൽ ആര് ജയിക്കും എന്നുള്ള കാര്യം പ്രഖ്യാപിക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ UDF നേതാക്കൾ പറഞ്ഞു വെച്ചിരിക്കുന്നത്. സുരരാജ്.